ഹായ് ഓൾ, വെൽക്കം ടു സുദീപ്സ് ഇംഗ്ലീഷ് കൗൺസിൽ. നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. വേറൊന്നുമല്ല, നന്ദി പറയുന്നതും ഒരാൾ നമ്മളോട് നന്ദി പറഞ്ഞാൽ അതിന് നമ്മൾ പ്രതികരിക്കുന്നതും. ഇത് രണ്ട് ലൈഫിൽ നമ്മളൊന്ന് ശീലിക്കുവാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ലൈഫിലും ഉണ്ടാകും. ഓക്കെ, നമുക്ക് ഒരാളൊരു ഹെൽപ്പ് ചെയ്താൽ നമ്മൾ അവരോട് നന്ദി പറയുകയാണെങ്കിൽ അവർക്ക് അതുകൊണ്ട് സന്തോഷം ഉണ്ടാകുന്നു. അപ്പം അവരുടെ മുഖത്തെ ആ ഒരു സന്തോഷം നമുക്ക് വീണ്ടും സന്തോഷം നൽകുന്നു. ഫൈനലി നമ്മൾ ജീവിക്കുന്നത് തന്നെ സന്തോഷിക്കാൻ വേണ്ടിയാണ്. ദ ഫൈനൽ എയിം ഓഫ് ദ ലൈഫ് ഇസ് ടു ബി ഹാപ്പി, അല്ലേ? അപ്പം അതിന് വളരെ സഹായമാകുന്ന രണ്ട് കാര്യങ്ങളാണ് നന്ദി പറയുന്നതും ഒരാൾ നന്ദി പറഞ്ഞാൽ അതിന് പ്രതികരിക്കുന്നതും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളാണ് നമ്മൾ നോക്കുന്നത്, പല സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് ഒരാളോട് നന്ദി പറയുന്ന രീതിയാണ് താങ്ക് യു എന്ന്, അല്ലെ? നമുക്ക് മലയാളികൾക്ക് പൊതുവെ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു നമുക്ക് ഒരു നന്ദി പറയുന്ന ഒരു സ്വഭാവം. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളം പോലെയുള്ള ഇംഗ്ലീഷ് നമുക്ക് ആ ഒരു നന്ദി പറയുന്നതും നന്ദി പറഞ്ഞാൽ അതിനൊരു പ്രതികരിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ താങ്ക് യു എന്ന് പറയുന്നത് നിങ്ങൾക്ക് നന്ദി എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് നന്ദി എന്ന്. അപ്പൊ നോർമലായിട്ട് ഒരാളോട് നമുക്ക് നന്ദി പറയണമെങ്കിൽ താങ്ക് യു എന്ന് പറഞ്ഞാൽ മതി. അതേസമയത്ത് അയാളോട് നമുക്ക് ചെയ്ത സഹായം എന്തെങ്കിലും ചെയ്യുമ്പോഴാണല്ലോ നമ്മളിത് താങ്ക് യു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമുക്ക് ഫേവർ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പം അതേ സമയത്ത് ആ കാര്യം കുറച്ച് വലുതാണ്, നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് അതേ കാര്യം. അപ്പൊ നമ്മളത് എങ്ങനെ പറയും? താങ്ക് യു വെരി മച്ച് എന്നാണ്. വെരി മച്ച് എന്ന് പറഞ്ഞാൽ വളരെയധികം, നിങ്ങൾക്ക് വളരെയധികം നന്ദി. ഓക്കെ, അവരോട് നമ്മൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒരാളോട് നമ്മൾ പറയുന്ന കാര്യമാണ്. അപ്പം ഒരാളാകും, ഒരു കൂട്ടമാകും. യു എന്ന് പറഞ്ഞാൽ ഒരാളോടും യു എന്ന് പറയാൻ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ യു എന്ന് പറയും. കൂടുതൽ അടുത്തതായിട്ട് ജസ്റ്റ് നന്ദി എന്ന് മാത്രം നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. നന്ദി എന്ന് മാത്രം. ഓക്കെ, ജസ്റ്റ് നന്ദി. അപ്പം താങ്ക്സ് കഴിഞ്ഞു. ഒരാളോടല്ല, ജസ്റ്റ് നന്ദി, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു കൂട്ടത്തിനോടോ പൊതുവെ കോമൺ ആയിട്ട് ഇപ്പൊ താങ്ക് യു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരാളോടോ ഒരു കൂട്ടത്തിനോട് നമ്മൾ പോയിന്റ് ഔട്ട് സ്പെസിഫിക് ആയിട്ട് പറയുക. അങ്ങനെയല്ല, നമുക്ക് ജനറലി പറയാനാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന രീതിയാണ് താങ്ക്സ് എ ലോട്ട്. ഒരുപാട്, വളരെയധികം നന്ദി. അപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരാളെ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ജസ്റ്റ് പറയുന്നു, നന്ദി മാത്രം പറയുന്നു. അപ്പോൾ ഒരുപാട് നന്ദി എന്ന് പറയുമ്പോൾ, വളരെയധികം നന്ദി എന്ന് പറയുമ്പോൾ താങ്ക്സ് ലോട്ട് എന്ന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതേ തന്നെ നമുക്ക് വേറൊരു രീതി പറയുന്നതാണ് താങ്ക്സ് വെരി മച്ച്. അതും വളരെയധികം നന്ദി എന്ന് മാത്രമാണ് താങ്ക്സ് വെരി മച്ച്. ഓക്കെ, അപ്പം നമ്മുടെ താങ്ക്സ് ഒക്കെ നമ്മൾ റിസീവ് ചെയ്തു, നമ്മൾ ഒരാളോട് താങ്ക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മളോട് ഒരാൾ താങ്ക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവർക്ക് റിപ്ലൈ കൊടുക്കണ്ടേ? ആ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരാളെ താങ്ക്സ് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ പറയാം. ആദ്യം നമുക്ക് നോർമലി ഇപ്പം ഒഫീഷ്യലായിട്ടൊക്കെ മെയിനായിട്ടൊക്കെ പറയുന്നത് നോട്ട് അറ്റ് ഓൾ ഒരു ഉപയോഗമാണ്. നോട്ട് അറ്റ് ഓൾ. ഓക്കെ, താങ്ക്സ് എന്ന് ഒരാളോട് നമ്മളൊരു ഒരു പെൻ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ കൊടുത്തു, അപ്പോൾ അവർ പറയുന്നു താങ്ക്സ്. അപ്പൊ നമുക്ക് പറയുന്ന ഒരു രീതിയാണ് നോട്ട് അറ്റ് ഓൾ. ഇത് പറയുന്നത് എപ്പോഴാണ്? എന്തിനാ നന്ദിയൊക്കെ പറയുന്നത്? ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മൾ നന്ദിയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായിരിക്കും. അപ്പൊ നമ്മുടെ സാധനം കൊടുക്കുമ്പോൾ ആ താങ്ക്സ് നമുക്ക് വേണമെന്നില്ല. അപ്പൊ നോട്ട് അറ്റ് ഓൾ വേണ്ട, താങ്ക്സ് ഒന്നും വേണ്ട എന്നാണ് ആ അർത്ഥത്തിൽ പറയുന്നത് നോട്ട് അറ്റ് ഓൾ. ഓക്കെ, വേറെ രീതി പറയുന്നതാണ് ഇറ്റ്സ് മൈ പ്ലഷർ. ഇറ്റ്സ് മൈ പ്ലഷർ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് അവർ താങ്ക്സ് പറഞ്ഞാൽ. വി ആർ വെരി നമ്മൾ ചെയ്ത ഹെൽപ്പ് നമ്മൾ ഭയങ്കര നമ്മുടെ സന്തോഷമാണ്, എൻ്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ ചെയ്തതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ സഹായം ചെയ്യുന്നത് എനിക്കും സന്തോഷം തരുന്നൊരു കാര്യമാണ്, അത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി കൂടെ ഞാൻ ചെയ്തതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇറ്റ്സ് മൈ പ്ലഷർ, എനിക്ക് അതുകൊണ്ട് സന്തോഷമുള്ളൂ, ഞാൻ ചെയ്ത ഉപകാരം കൊണ്ട് സന്തോഷമുള്ളത്. അപ്പോൾ ഒരാൾ താങ്ക്സ് പറയുമ്പോൾ നമുക്ക് ഇത് പറയാം. ഓക്കെ, നമുക്ക് പറയാവുന്നൊരു കാര്യമാണ് ഈ ഒരു മീനിങ്ങിൽ. അതുപോലെ തന്നെ ഇപ്പൊ മലയാളത്തിൽ പറയുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, അത് ഓക്കെ, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് പറയണമെങ്കിൽ ദാറ്റ്സ് ഓൾ റൈറ്റ്, ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഓൾ റൈറ്റ്, എല്ലാം നല്ലതിന്. ഓക്കെ, ഓൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ലതിന്. അപ്പം എല്ലാം നല്ലതിന്, അപ്പം ദാറ്റ്സ് ഓൾ റൈറ്റ് എന്ന് നമുക്ക് പറഞ്ഞ് റിപ്ലൈ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന വേറൊരു രീതിയാണ്, ഇപ്പൊ നോർമലായിട്ട് പറയുന്ന രീതിയാണ് യു ആർ വെൽക്കം. അവർ നമ്മളോട് നന്ദി പറയുമ്പോൾ നമ്മൾ ആ നന്ദി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പറയുന്നത് യു ആർ വെൽക്കം എന്ന് പറഞ്ഞാൽ സ്വാഗതം. നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അവർ പറഞ്ഞ നന്ദി, ഓക്കെ, ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ സ്വാഗതം ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ നന്ദി, വെൽക്കം. പിന്നെ നമുക്ക് ജസ്റ്റ് വെൽക്കം എന്ന് പറഞ്ഞാൽ യു ആർ വെൽക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഗതം എന്നാണ്. അപ്പം അതേസമയത്ത് അങ്ങനെ പറയുന്നതിന് പകരം ജസ്റ്റ് വെൽക്കം എന്ന് വേണമെങ്കിലും പറയാം. അപ്പം ജസ്റ്റ് സ്വാഗതം, അത്രേ ഉള്ളൂ. അപ്പം ഇത്രയും രീതിയിൽ നമുക്ക് ഒരാളോട് നന്ദിയും പറയാം, ഈ രീതികളിലൊക്കെ നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കാം. ഓക്കെ, ഇനി വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ, ചെറിയ കാര്യങ്ങൾക്ക് ഒരാൾ നമ്മളോട് താങ്ക്സ് പറഞ്ഞാൽ നമ്മൾ വെൽക്കം എന്ന് നമ്മൾ റിപ്ലൈ കൊടുക്കണമെന്ന് എപ്പോഴും നിർബന്ധമില്ല. ചെറിയ കാര്യങ്ങൾക്ക് നിർബന്ധമില്ല. ബട്ട് ഇഫ് അവിടെ ഒരു റിപ്ലൈ കൊടുക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി
പ്രിസൈസ്ലി യു ഷുഡ് സേ, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ പറയണം. ഓക്കെ, ബിക്കോസ് നമ്മൾ ആരോട് ഈ നന്ദി വാക്കുകൾ പ്രകടിപ്പിച്ചാലും നമ്മൾ ഒരു വെൽക്കം ചെയ്താലും അവർക്കും അത് സന്തോഷം നൽകത്തേ ഉള്ളൂ. ഇപ്പൊ നമുക്കാണെങ്കിൽ പോലും നമ്മൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്യുമ്പോൾ അവര് നമ്മളോട് ചെറുതായിട്ടൊരു നന്ദി, ആവശ്യമില്ലേ പോലും ഒരു നന്ദി പറഞ്ഞാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നന്ദി പറഞ്ഞല്ലോ, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഹാപ്പി ആവും. ഓക്കെ, നമുക്ക് പിന്നെയും അവരെ സഹായിക്കാനാണെങ്കിൽ തോന്നും. നമ്മൾ സഹായിക്കുമ്പോൾ അതിൻ്റെ ഒരു നന്ദി അവർക്കുണ്ട്, അല്ലെങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ പോലും നമ്മളത് പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് ഒരിക്കലും മനസ്സിലാക്കില്ല. അതിനൊറ്റ വഴിയേ ഉള്ളൂ, ടു കമ്മ്യൂണിക്കേറ്റ്, ടു സ്പീക്ക്. പറയുക, നന്ദി പറയുക, അതിന് റിപ്ലൈ കൊടുക്കുക. നന്ദി പറഞ്ഞാൽ ഒരാൾ നമ്മളോട് നന്ദി പറഞ്ഞാൽ തന്നെ പ്രതികരിക്കുക. ആൻഡ് ദിസ് വുഡ് മേക്ക് സർട്ടൈൻ ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, സോ ഇത് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഓക്കെ, എല്ലാവർക്കും നന്ദി പറഞ്ഞ് നന്ദി റിപ്ലൈ കൊടുത്ത് പിരിയാം. അപ്പം ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്നതിന്, ഫുള്ളായിട്ട് വീഡിയോ കണ്ടതിന് താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.